ഷൈബു കേട്ടല്ലോ, കേജ്രിവാൾ ഇടക്കാല ജാമ്യത്തിൽ ഇറങ്ങിയ ഒരു കള്ളനാണ് എന്ന രൂപത്തിലാണ് BJP പ്രതികരിക്കുന്നത്. BJP ഡൽഹി ഘടകത്തിനും ആ രൂപത്തിൽ തന്നെ പ്രതികരിക്കണമെന്ന നിർദ്ദേശമുണ്ട്. കേജ്രിവാളിനെ വലിയ രൂപത്തിൽ അവതരിപ്പിക്കുന്നു പ്രതിപക്ഷം എന്നുള്ള കാര്യം അറിയാം. ഇന്നിപ്പോൾ 4ാം ഘട്ടത്തിന്റെ കൊട്ടിക്കലാശത്തിന്റെ നേതൃത്വം കേജ്രിവാളിനാണ്. കേജ്രിവാളിന്റെ ഇന്നത്തെ ശക്തമായ വാക്കുകൾ അത് ഏത് തരത്തിൽ പ്രതിഫലിക്കുമെന്നാണ്? എന്ത് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മോദി ഇനി പ്രധാനമന്ത്രിയാകില്ല, ഇവിടെ ഇന്ത്യ മുന്നണി തന്നെ അധികാരത്തിൽ വരുമെന്ന ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണ് ഷൈബു മഠത്തിൽ? നോക്കൂ സ്മൃതി, ശ്രീ KVS ഹരിദാസിനെ പോലുള്ള BJPയുടെ നേതാക്കളെ ഇത്രയധികം വിളറി പിടിപ്പിക്കാൻ കെൽപ്പുള്ളൊരു നേതാവാണ് ശ്രീ അരവിന്ദ് കെജ്രിവാൾ. ഇന്ത്യയിലെ വടക്കേ ഇന്ത്യയിലെ ഹിന്ദി ബെൽറ്റിൽ ജനങ്ങളോട് നേരിട്ട് സംവദിക്കാൻ കഴിയുള്ള നേതാവാണ്. ജനങ്ങളുടെ മേറ്റയിലെ ഏറ്റവും സ്വാധീനശേഷിയുള്ള നേതാവാണ്. അത് ഞങ്ങൾ മത്സരിക്കുന്നത് ആകെ 5 സംസ്ഥാനങ്ങളിലെ 22 മണ്ഡലങ്ങളിൽ മാത്രമാണ്. പക്ഷേ ഹിന്ദി ബെൽറ്റിൽ അങ്ങോളം BJPക്ക് ശക്തിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും ജനങ്ങളെ സ്വാധീനിക്കാൻ അരവിന്ദ് കെജ്രിവാളിന് കഴിയും. അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടനെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത്. ഞാൻ ഒരു കാര്യം ആദ്യമേ ചൂണ്ടിക്കാണിക്കട്ടെ. ശ്രീ KVS ഹരിദാസ് പറഞ്ഞത് ഞങ്ങൾ ജാമ്യത്തിന് അപേക്ഷിച്ചു ഇല്ല. ഞങ്ങൾ ഒരു കോടതിയിലും, വിചാരണ കോടതിയിലോ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഞങ്ങൾ അരവിന്ദ് കെജ്രിവാൾ ജാമ്യാപേക്ഷ കൊടുത്തിട്ടില്ല. മറിച്ച് അദ്ദേഹത്തിന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന്, അതായത് PMLA ആക്ട് അനുസരിച്ചാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ആ അറസ്റ്റ് PMLA ആക്ടിലെ സെക്ഷൻ 19 നിഷ്കർഷിക്കുന്ന കണ്ടീഷൻസ് പാലിച്ചിട്ടില്ല. അതിലെ ഒരു കണ്ടീഷൻ പോലും പാലിച്ചിട്ടില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചാണ് ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ആ കേസിൽ പ്രഥമ ദൃഷ്ട്യാ ഒരു മെരിറ്റുണ്ടെന്ന് സുപ്രീം കോടതിക്ക് തോന്നിയതുകൊണ്ടാണ് ആ കേസിൽ വാദം നടക്കുന്നത്. ആ വാദം ഉടനെ, ഒരുപക്ഷെ സുപ്രീം കോടതി അവധിക്ക് പിരിയുന്നതിന് മുമ്പേ, അടുത്ത വെള്ളിയാഴ്ച അവധിക്ക് പിരിയുന്നതിന് മുമ്പേ പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിലോ എന്നുള്ള ഒരു പരിഗണനയിലാണ് സുപ്രീം കോടതിയുടെ തന്നെ സജഷനായിരുന്നു. അതായത് ശ്രീ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന തന്നെ ഇങ്ങോട്ട് പറയുകയാണ് ചെയ്തത്, ഇടക്കാല ജാമ്യം പരിഗണിക്കാം, അതിനുള്ള മറുപടി പറയൂ എന്ന് EDയോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഞങ്ങൾ ജാമ്യാപേക്ഷ കൊടുത്തതല്ല, കെജ്രിവാളിന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന ഞങ്ങളുടെ വാദത്തിൽ ഒരു മെറിറ്റുണ്ടോ എന്ന് സുപ്രീം കോടതി കാണുന്നു എന്നാണ് ഞങ്ങളതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഈ വിഷയത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. കാരണം ശ്രീ KVS ഹരിദാസ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുക. ഇവിടെ എന്തുകൊണ്ടാണ് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം കൊടുത്തത്? ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്, ഭാരതത്തിന്റെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ക്യാമ്പയിൻ ചെയ്യാൻ, തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്താൻ ഒരു നേതാവിന് ജാമ്യം കൊടുക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവർ ജയിലിൽ കിടന്ന് മത്സരിച്ചിട്ടുണ്ട്, അതിനൊന്നും ജാമ്യം കൊടുത്തിട്ടില്ല. ഇവിടെ അതിനൊരു കാരണമുണ്ട്. അതിന് കാരണം എന്താ? തെരഞ്ഞെടുപ്പ് ആരംഭിച്ച ഉടനെ പ്രതിപക്ഷ നേതാക്കളെ ഒക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിടാനാണ് BJP ശ്രമിച്ചത്. അതുകൂടാതെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 10ഓളം ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ചു. ഒടുവിൽ ഇതെല്ലാം സുപ്രീം കോടതിയിൽ ചെന്നാണ് ഇതിനൊക്കെ റിഡ്രസൽ ഉണ്ടായത്. സുപ്രീം കോടതിയിൽ ചെന്ന് കോടതി ഒരു ഒപ്പീനിയൻ പറഞ്ഞപ്പോഴാണ് അതിൽ അക്കാര്യത്തിൽ തുടർ നടപടി നിർത്തിവെച്ചത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, കോൺഗ്രസിന് തരായ നടപടി. അപ്പോൾ ഇവിടെ പ്രതിപക്ഷത്തെ പൂർണ്ണമായും കെട്ടിയിട്ട് പ്രതിപക്ഷത്തെ ഗ്രൗണ്ടിൽ നിന്ന് പൂർണ്ണമായും മാറ്റി നിർത്തിയാലേ ജയിക്കാൻ പറ്റൂ. ശ്രീ നരേന്ദ്രമോദിക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടാവണം എന്ന് സുപ്രീം കോടതി കരുതി. കാരണം അന്തർദേശീയ തലത്തിൽ ഈ അറസ്റ്റിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അതിൻ്റെ മെറിറ്റല്ല, അഴിമതി നടന്നോ ഇല്ലയോ എന്ന വിഷയമല്ല, മറിച്ച് ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവിനെ ജയിലിലിട്ടിരിക്കുന്നു, തെരഞ്ഞെടുപ്പ് രംഗത്തു നിന്ന് മാറ്റി നിർത്താൻ ശ്രമിച്ചു. ആ കാര്യത്തിനാണ് സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിലൂടെ മറുപടി പറഞ്ഞിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട, വളരെ സുപ്രധാനമായ ഒരു വിധിയാണ്. ഇനി താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഞങ്ങൾ അരവിന്ദ് കെജ്രിവാൾ അവിടെ റേസ് ചെയ്ത പ്രശ്നം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുമോ? ഇത് കെജ്രിവാൾ ബ്രേക്ക് ചെയ്ത ന്യൂസൊന്നുമല്ല, നമ്മൾ ദേശീയ തലത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. കാരണം അവര് 400 സീറ്റ് എന്നൊക്കെ ഒരു ലക്ഷ്യം പറയുന്നുണ്ടെങ്കിലും കഴിഞ്ഞ തവണത്തെ പോലെ 300 സീറ്റ് പോലും കിട്ടില്ല. ഇന്ന് കെജ്രിവാൾ ക്ലിയറായി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, 220-230 സീറ്റ് NDA സഖ്യത്തിന് ലഭിക്കില്ല. അതായത് BJP 200 സീറ്റ് കടക്കില്ല എന്നുള്ളത് കെജ്രിവാൾ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഭൂരിപക്ഷം കുറഞ്ഞാൽ, സീറ്റ് കേവല ഭൂരിപക്ഷത്തിലെത്താൻ സാധിക്കാതെ വന്നാൽ ശ്രീ നരേന്ദ്രമോദിയുടെ പൊളിറ്റിക്കൽ കരിയർ അവിടെ അവസാനിക്കുക. കാരണം BJPക്കുള്ളിൽ RSSൽ മറ്റ് പ്രധാനമന്ത്രി കാൻഡിഡേറ്റ്സ് തയ്യാറാണ്. നമ്മളത് ആദ്യമായി കാണുന്നതല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ രാജസ്ഥാനിൽ നോക്കൂ, രാജസ്ഥാനിലും മധ്യപ്രദേശിലും സംഭവിച്ചത് നോക്കൂ. അത് കെജ്രിവാളിന് സൂചിപ്പിച്ചില്ലേ? അവിടെ വസുന്ധര രാജെ സിന്ധ്യയെ മാറ്റി പുതിയ മുഖ്യമന്ത്രിയെ കൊണ്ടുവന്നില്ലേ? രാജസ്ഥാനിൽ, പിന്നെ മധ്യപ്രദേശിൽ പുതിയ മുഖ്യമന്ത്രിയെ കൊണ്ടുവന്നില്ലേ? ഇലക്ഷന് ശേഷം
അതിൽ ആ നേതാക്കളുടെ പേര് പോലും നമുക്ക് പരിചയമില്ലല്ലോ. അവരൊക്കെ RSSന്റെ നേതാക്കളാണ്. അതാണ് BJPയുടെ രീതി. അതായത് ഒരു പ്രായപരിധി കഴിഞ്ഞാൽ 75 വയസ്സ് കഴിഞ്ഞാൽ മാറ്റി നിർത്തും. മാത്രമല്ല ഇവര് മോഡിയുടെ ഈ ഇലക്ഷനിൽ മോഡിക്ക് ലക്ഷ്യം വെക്കുന്ന സീറ്റുകൾ തികയ്ക്കാൻ സാധിക്കാതെ വന്നാൽ മോദിക്ക് പാർട്ടിക്കകത്ത് വലിയ തിരിച്ചടി ഉണ്ടാവും. BJPക്കകത്ത് വലിയ സംഘർഷം നടക്കുന്നുണ്ട്. പക്ഷേ അതൊരിക്കലും എന്നുള്ള കാര്യം അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. കോൺഗ്രസ് 50 തികക്കില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ഒഡീഷയിലെ റാലിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആത്മവിശ്വാസം ഇപ്പോഴും BJPക്ക് ഉണ്ടെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഷൈബു, സ്മൃതി ഒന്നുകൂടെ ആവർത്തിക്കാം ചോദ്യം. ഇന്ന് ഒഡീഷയിൽ റാലിയിൽ പങ്കെടുത്തുകൊണ്ട് മോദി പറയുന്നത്, ചോദ്യം ഒന്ന് ആവർത്തിക്കാമോ? കേൾക്കാമോ? കേൾക്കാം പറയും. ഒഡീഷയിലെ റാലിയിൽ ഇന്ന് മോദി പറഞ്ഞത് 400 പാർ ആവർത്തിക്കുകയാണ്. കോൺഗ്രസ് 50 തികക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ ആത്മവിശ്വാസത്തിന് ഒരു കുറവുമില്ല. അല്ല, തിരിച്ചാ 400 എന്നൊരു കണക്ക് കാണാതെ പഠിച്ച പോലെ മോഡി ഉരുവിടുന്നുണ്ട് എങ്കിലും മോദിയുടെ ആത്മവിശ്വാസം കുറഞ്ഞിട്ടല്ലേ? സ്മൃതി തന്നെ കാണുന്നില്ലേ, നമ്മളെല്ലാവരും കാണുന്നില്ലേ? ആദ്യത്തെ 2 ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോടെ ആദ്യഘട്ടത്തിലെ തെക്കേ ഇന്ത്യയിൽ അവർക്ക് വലിയ പ്രതീക്ഷയില്ല, ശരി തന്നെയാണ്. പക്ഷേ അങ്ങനെ അല്ലല്ലോ. 2ാം ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇപ്പം 3ാം ഘട്ടത്തിൽ ഗുജറാത്തിലെ ഇലക്ഷൻ കൂടെ കഴിഞ്ഞതോടെ ഉത്തർപ്രദേശിലെ വലിയൊരു പ്രദേശത്തെ ഇലക്ഷൻ കഴിഞ്ഞില്ലേ? മോദിക്ക് ആത്മവിശ്വാസം ഭയങ്കരമായി കുറഞ്ഞതുകൊണ്ടാണല്ലോ അദ്ദേഹം എന്തൊക്കെയാ പറഞ്ഞ്, അദ്ദേഹം ഒരുപാട് വർഗീയത പറഞ്ഞു. ഈ കഴിഞ്ഞ രാജസ്ഥാനിലും മറ്റുമൊക്കെ നടന്ന തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ അദ്ദേഹം വലുതായി വർഗീയത പറഞ്ഞു. അതൊരു വിഷയം. പക്ഷെ അത് മാത്രമല്ലല്ലോ, ഈ കഴിഞ്ഞ ദിവസം 2-3 ദിവസം മുമ്പ് അദ്ദേഹം എന്താ പറഞ്ഞേ? അദ്ദേഹം അദാനിയും അംബാനിയും തള്ളി പറഞ്ഞു. അദ്ദേഹം എന്താ പറഞ്ഞേ? പിന്നെ രാഹുൽ ഗാന്ധി അഡ്രസ് ചെയ്യുമ്പോൾ അദ്ദേഹം ചോദിക്കുക, കിത്തന മാൽ ഉഠായ, ടെമ്പോയില് കാലാധൻ കയറ്റിക്കൊണ്ട് പോയില്ലേ എന്നൊക്കെ ചോദിച്ചേ. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി എന്ന ഫിഗറിനെ, അദ്ദേഹത്തെ പ്രധാനമന്ത്രിയായി പ്രൊമോട്ട് ചെയ്ത് അങ്ങനെ ഒരു ഡീലുണ്ടാക്കി അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കി മാറ്റിയത് 2011 മുതൽ തുടങ്ങിയ ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് തുടങ്ങി വെച്ചത് ശരിക്കും BJPയോ RSSോ അല്ല. അത് തുടങ്ങി വെച്ചത് അംബാനിയും അദാനിയുമാണ്. അവർ തുടങ്ങി വെച്ച ആ പ്രോസസ്സ് അല്ലേ? അപ്പം അദാനി എന്ന് പറയുന്നത് ശരിക്കും മോഡിയുടെ ഒരു സുഹൃത്തല്ലേ? എന്തുകൊണ്ടാണ് അവരെ തള്ളി പറയുന്ന സാഹചര്യം ഉണ്ടായത്? കാരണം ഇതാണ്. കാരണം അംബാനിക്കും അദാനിക്കും വരെ തോന്നി മോദി വീഴാൻ പോവുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ അവർ രാഹുൽ ഗാന്ധിക്ക് കൂടെ കോൺഗ്രസിന് കൂടെ അവർ ഫണ്ട് കൊടുക്കാൻ തുടങ്ങി. അതാണ് മോഡി വിളിച്ചു പറയുന്നത്. മോദി ആവുകയാണ് എന്നുള്ളതിന്റെ ഒരുപാട് തെളിവുകൾ വന്നു കഴിഞ്ഞു. അപ്പം മോഡിയുടെ ശരീരഭാഷയിലും സംസാരത്തിലും അദ്ദേഹത്തിന് പഴയ കോൺഫിഡൻസ് ഇല്ല, പഴയ മോദി തരംഗം ഇന്ത്യയിലില്ല. അത് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. മാത്രമല്ല BJP വയ്ക്കുന്ന അജണ്ടകൾ നോക്കൂ. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും BJP സെറ്റ് ചെയ്ത അജണ്ടയുടെ പുറകെ പോവുകയായിരുന്നില്ലേ കോൺഗ്രസും മറ്റും? ഇപ്പോഴെങ്ങനെയാണോ? അല്ല, നമ്മൾ ഇന്ത്യ സഖ്യം സെറ്റ് ചെയ്യുന്ന അജണ്ടയുടെ പുറകെ BJP വരികയാണ്. ഇന്ന് ഈ വിഷയം അരവിന്ദ് കെജ്രിവാൾ എടുത്തിട്ടപ്പോൾ അതിനോട് BJPക്ക് പ്രതികരിക്കേണ്ടി വന്നില്ലേ? അമിത്ഷാ വന്ന് പ്രതികരിച്ചില്ലേ? അരവിന്ദ് കെജ്രിവാൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. 21 ദിവസം എണ്ണി തിട്ടപ്പെടുത്തിയ 21 ദിവസമാണ് അരവിന്ദ് കെജ്രിവാളിന് കോടതി നൽകിയത്. ആ 21 ദിവസം ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.